ഈ ഫോട്ടോസിൻ്റെ പിന്നിലെ ഒരു ചെറിയ സ്റ്റോറി ഉണ്ട്. ബട്ട് ഫോർ മീ ഇറ്റ്സ് ബിഗ് മെമ്മറി ആണ്. എൻ്റെ റൂംമേറ്റ് പുറത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാം തലേദിവസം തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അറ്റ് ദ നൈറ്റ് ഷീ സെഡ് നീ മോർണിംഗ് വായോ, ലൈക്ക് നീ ജോയിൻ ചെയ്യുമല്ലോ എന്ന് ചോദിച്ചു. ഐ സെഡ് ഞാൻ വരാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 6 AM ഞങ്ങൾ എഴുന്നേറ്റത്. ആ ടൈമിൽ എനിക്ക് കൺഫ്യൂഷൻ ഏത് ഡ്രസ്സ് ഇടും എങ്ങനെയാണ്. അവസാനം ഞാൻ ഈ യെല്ലോ ഡ്രസ്സ് തന്നെ ചൂസ് ചെയ്തു. എന്തോ ഇത് മതിയെന്ന് തന്നെ തോന്നി. പിന്നെ ഞാനും കൂടെ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് അവൾ ഫ്രണ്ട് ജോയിൻ ചെയ്തത്. അപ്പോൾ ആ ചേട്ടൻ നമുക്ക് ഫ്രാഗ്രൻസ് സാമ്പിൾസ് തന്നിട്ടുണ്ടായിരുന്നു. അത് സ്മെല്ലും പിന്നെ ആ ഗോൾഡൻ സൺറൈസും നമ്മൾ ടാക്സിയിൽ ഇരിക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി തന്നെ ഒരു ഫീലായിട്ട് എനിക്ക് തോന്നിയത്. ലിറ്ററലി ദാറ്റ് ഫീലിംഗ് സ്ലീപ്പ്. നേരത്തെ എഴുന്നേറ്റുകൊണ്ട് അത് കഴിഞ്ഞിട്ട് സൺറൈസ് കഴിഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് ഹോട്ടായി തുടങ്ങി. ദുബായിൽ അറിയാമല്ലോ ഇപ്പോൾ സമ്മറാണെന്ന്. അങ്ങനെ അവർ ഫോട്ടോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. എന്താ ചെയ്യാന്നറിയില്ല. ഷാൽ ഐ സ്ലീപ്പ് ഹിയർ ഇറ്റ് സെൽഫ് ഓർ നോട്ട്, ഞാൻ അങ്ങനെ മൾട്ടി തോട്ട്സിൽ ഇരിക്കുമായിരുന്നു. ബട്ട് ഫൈനലി ലെറ്റ് മീ സ്ലീപ്പ് അങ്ങനെ ഞാൻ വിചാരിച്ചു. യെസ്, ഐ സ്ലെപ്റ്റ് അറ്റ് ദ ദുബായ് ബീച്ച് ഫോർ ഓൾമോസ്റ്റ് 1 hour ഞാൻ സ്ലീപ്പ് ചെയ്തു. സ്ട്രേഞ്ചേഴ്സൊക്കെ പറയുന്നുണ്ട് ഞാൻ മരിച്ചോ, ഈ കുട്ടി എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഉറക്കത്തിൽ കേൾക്കുന്നത് ആ ഡ്രീമാണോ ഇതൊന്നും അറിയാതെ ഒരു ടെൻഷനിൽ ഇരിക്കണമായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചത്, അലീന ദിസ് മച്ച് സ്ലീപ്പ് യു ഡിഡ്? ഐ സെഡ് യാ, എനിക്ക് ഉറക്കം വന്ന് ഉറങ്ങണ്ടേ പിന്നെ. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ചിരിച്ച്, കാരണം കുറേ പേര് അവിടെ കൂടി ആ സമയത്ത്. ദെൻ വി ഫൈനലി സ്റ്റാർട്ടഡ് ടു ടേക്കിംഗ് മൈ പിക്സ്. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ, എനിക്ക് കണ്ണ് ഉറക്കം പോലും ആ ടൈമിൽ പറ്റുന്നുണ്ടായിരുന്നില്ല. ബട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മോ, ഐ വാസ് സൂപ്പർ സ്ലീപ്പി ആൻഡ് ലേസി ആയിരുന്നു. പക്ഷേ ആ ഫോട്ടോസ് ഒരു എന്താ പറയുക, റോ പിക്ചറാണ് ഞാനൊക്കെ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഇത് രസമായിരുന്നു, പക്ഷേ എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ചെയ്തു ഫോട്ടോസ്. ആ ഡേക്ക് എനിക്കൊരു ഗോൾഡൻ മെമ്മറി ആയിട്ടാണ് തോന്നിയത്. സൗണ്ട് ഓഫ് വേവ്സ്, ആ കടലിൻ്റെ കളർ തന്നെ ഒരു ഗ്രീൻ ആയിരുന്നു. അതൊക്കെ ഒരു കാം തെറാപ്പി പോലെ എനിക്ക് തോന്നിയത്. ഭയങ്കര ഒരു പീസ് വൈബ്. ഉറക്കം കഴിഞ്ഞതിൻ്റെയാണോ തോന്നുന്നു. എനിക്കോ രസമായിരുന്നു. നത്തിങ് വാസ് പ്ലാൻ. സ്റ്റിൽ ദാറ്റ് ഡേ ഐ ഫെൽറ്റ് സോ ഫുൾ, സോ ഹാപ്പി, സോ പീസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സൺറൈസും ഞങ്ങളുടെ ചിരിയും പിന്നെ എൻ്റെ ഉറക്കവും എല്ലാം കൂടെ ഒരു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റിയെന്ന് തോന്നി. ഞാൻ പിക്ചേഴ്സൊക്കെ കൊടുക്കാം.